കളിച്ചും ചിരിച്ചും വളരേണ്ട കുഞ്ഞു ബാല്യത്തിൽ കളിചിരിയോടൊപ്പം തന്നെ ശരിയായ ചുറ്റുപാടും പഠനവും അനിവാര്യമാണ്. ഈ പ്രായത്തിൽ നിങ്ങളുടെ കുട്ടികളെ വളർത്താം ഏറ്റവും മികച്ച അന്തരീക്ഷത്തിൽ. 2026-27 അധ്യയന വർഷത്തിലേക്കുള്ള അഡ്മിഷൻ ആരംഭിച്ചിരിക്കുന്നു. ഫേസ്ബുക്ക് കമന്റിനെ ചൊല്ലി വാണിയംകുളത്ത് മുൻ ഡിവൈഎഫ്ഐ നേതാവിനെ മർദ്ദിച്ചു. തലയ്ക്ക് ഗുരുതര പരിക്ക്. CPM ഡിവൈഎഫ്ഐ നേതാക്കൾക്കെതിരെ അന്വേഷണം. വാണിയംകുളം പനയൂർ സ്വദേശിയും ഡിവൈഎഫ്ഐയുടെ മുൻ നേതാവുമായ ബിനേഷ് വാണിയംകുളത്തിന് നേരെ നടന്ന ആക്രമണത്തിൽ ഗുരുതരമായി പരിക്കേറ്റു. തലയ്ക്ക് ആഴത്തിൽ മുറിവേറ്റ വിനേഷ് PK ദാസ് ആശുപത്രിയിൽ തീവ്രപരിചരണ വിഭാഗത്തിൽ ചികിത്സയിലാണ്. കഴിഞ്ഞ ദിവസം രാത്രിയാണ് അക്രമ സംഭവം നടന്നത്. ഡിവൈഎഫ്ഐ ഷൊർണൂർ ബ്ലോക്ക് നേതാക്കളും CPM പ്രാദേശിക നേതാക്കളിൽ ചിലരും ചേർന്നാണ് തന്നെ ആക്രമിച്ചതെന്നാണ് പരിക്കേറ്റ വിനേഷ് നൽകുന്ന വിവരം. ഷൊർണൂർ ബ്ലോക്ക് സെക്രട്ടറിയുടെ ഫേസ്ബുക്ക് പോസ്റ്റിന് താഴെ കമന്റിട്ടതുമായി ബന്ധപ്പെട്ട തർക്കമാണ് ഈ ആക്രമത്തിൽ കലാശിച്ചത്. ബൈക്കിൽ സഞ്ചരിക്കുകയായിരുന്ന വിനേഷിനെ വാണിയംകുളത്ത് വെച്ച് തടഞ്ഞു നിർത്തി മർദ്ദിക്കുകയായിരുന്നു. തുടർന്ന് പനയൂർ പ്രദേശത്ത് വെച്ചും ഇയാൾക്ക് മർദ്ദനമേറ്റു. സംഭവവുമായി ബന്ധപ്പെട്ട് ഷൊർണൂർ ഡിവൈഎസ്പിയുടെ നേതൃത്വത്തിലുള്ള പ്രത്യേക സംഘം പ്രതികൾക്കായി അന്വേഷണം ആരംഭിച്ചു. CPM ഡിവൈഎഫ്ഐ നേതാക്കളെ കേന്ദ്രീകരിച്ചാണ് നിലവിൽ അന്വേഷണം പുരോഗമിക്കുന്നത്. ന്യൂസ് ഡെസ്ക് CCV.